ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വെയിൽ കടലേക്ക് അടിച്ചിട്ട് എനിക്കെന്തോ വെയിലടിക്കുന്നില്ല, പക്ഷെ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ചൂട് രാവിലെ. അപ്പം എന്താ പറയുക, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ടിരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കാല് ഒക്കെ ഓക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ ആദ്യം മുതലേ എനിക്ക് വലിയ പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ കുട്ടി ആയാലും അച്ഛനായാലും അപ്പുറത്തുണ്ട്. രണ്ടാളും അവിടെ ഗ്യാസ് തീർന്നു പോയിട്ട് അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളിലാണ് കേട്ടോ. ഞാൻ ആ സെക്ഷനിൽ ഇങ്ങനെ ഇടപെടാറില്ല. അപ്പം കഞ്ഞിയും കറിയൊക്കെ അടുപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഗ്യാസ് തീർന്നു പോയത്. അപ്പോൾ എന്താ നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് ചേട്ടായി, ചേച്ചി, മമ്മി, ആദ്യക്കൂട്ടൻ, അന്നക്കൂട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ വന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവർ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് വന്നത് കേട്ടോ. കീളി പോയി നിൽക്കുമായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ ഭയങ്കര സർപ്രൈസ്ഡായിട്ട് നിൽക്കുമായിരുന്നു. അവർ വരുന്ന കാര്യം ഗേറ്റ് തുറക്കുന്ന പോലെ ഒരു സൗണ്ടൊക്കെ എനിക്ക് തോന്നി. വണ്ടി വന്ന് നിൽക്കുന്നു, ഗേറ്റ് തുറക്കുന്നു, അങ്ങനത്തെ ഒച്ചയൊക്കെ തോന്നി. പക്ഷേ എങ്കിലും ഇവർ വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നത് കൊണ്ട് അങ്ങോട്ട് നോക്കിയതേ ഇല്ല കേട്ടോ. അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എല്ലാവരും വന്നു. 2-3 ദിവസം നിൽക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ചൂടൊന്നും അവർക്കങ്ങനെ പറ്റുന്നില്ല. നമ്മൾ ഈ 2ാം നിലയിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കിവിടെ കിടക്കാൻ ഇത്തിരി സൗകര്യം കുറവുണ്ട്. കാരണം 2 റൂമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളപ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഉറക്കമൊന്നും അവർക്ക് അങ്ങനെ ശരിയായില്ല. അപ്പോൾ അത് കാരണം അവർ തിരിച്ചു പോവുക. അത് കാരണമല്ല, അല്ലെങ്കിലും വീട്ടിൽ പോകണം. വീടങ്ങനെ ഇട്ടിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല ഒത്തിരി ദിവസമൊന്നും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോയി. പിന്നെന്തായാലും ഞങ്ങൾ പോയി ഒരു സിനിമയൊക്കെ കണ്ടു. അത് കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു കാണണം എന്ന്. പക്ഷേ എനിക്ക് തന്നെ പോയി കാണാനൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഇവിടുത്തെ തിയേറ്ററിൽ ആ സിനിമ ഇല്ല. ഇവിടെയാണെങ്കിൽ എനിക്ക് നടന്നു പോയി കാണാം. പക്ഷേ ഇത് ഇച്ചിരി കൂടി ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അത് വണ്ടിക്ക് പോകാൻ്റെ ഒരു ശകലം ദൂരമുണ്ട്. അപ്പോൾ അത് കാരണം എനിക്കൊരു മടിയായിരുന്നു കേട്ടോ പോകാനായിട്ട്. അച്ചാച്ചനാണെങ്കിൽ പോയി കണ്ടു. പിന്നെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് 3 പേർ കൂടെ ഒരുമിച്ച് പോകാൻ നടക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്ക് പോകുന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ചേട്ടായിക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഒരു സിനിമയ്ക്ക് പോകണം കേട്ടോ. അപ്പോൾ കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ മമ്മിയും ആദ്യക്കൂട്ടനും അന്നമ്മയും ആദ്യക്കൂട്ടൻ ഞങ്ങളുടെ വന്നു. മമ്മി, അന്നമ്മയും ആവക്കുട്ടി അച്ഛനും കൂടെ ഇവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വന്നു. ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോയി. അവർ കുറേ ചക്കയും, അതായത് ഞങ്ങൾ കുറേ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ഞങ്ങൾ കഴിച്ചു. അത് ഞാനാണ് ചക്ക വേണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ചക്ക കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ഓർമ്മ വന്നത് ഇനിയാണ് അവർ ആവാനും ഇങ്ങ് പോകുന്നു. ഒന്നും നോക്കിയില്ല, രാത്രി തന്നെ അവർ കയറി പോന്നു. അങ്ങനെയാണ് വന്നത് കേട്ടോ. ചക്കയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്നുള്ളത് കൊണ്ടുമാണ് ആ രാത്രി തന്നെ വന്നത്. പിന്നെ മാങ്ങ, വാഴക്കൊല, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടാണ്. ഒരു വണ്ടിക്കകത്ത് കൊള്ളാൻ പറ്റുന്ന അത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് വന്നത്. അപ്പോൾ എല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ശൂന്യതയായി. അപ്പം ആദ്യക്കൂട്ടനൊക്കെ ഇച്ചായ എന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഇവളും ഇച്ചായ എന്നാണ് കേട്ടോ വിളിക്കാം. അങ്കിളെന്ന് പറഞ്ഞാലും വിളിക്കില്ല. അപ്പം ആൻറ്റീന്ന് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. നല്ല ക്ലിയറായിട്ട് പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ. പക്ഷെ അത് എപ്പോഴും വിളിക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം ആൻറ്റീന്ന് പറയും. പക്ഷേ ഇച്ചായ എന്നുള്ളത് ഇത്താല എന്ന് വിളിക്കട്ടെ. പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ആ വിളിക്ക് ഭയങ്കര ക്യൂട്ടാണ് ആ വിളിയൊക്കെ. അപ്പം എല്ലാം നമ്മളും പറയുന്നത് കേട്ടിട്ടാണ് അവൾ ഓരോ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം കേട്ടോ. എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനിവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നതേ കൂട്ടാണ് കേട്ടോ. ശകലേ ഉള്ളൂ. ഇത് ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ വെച്ചതാണ് കേട്ടോ. ഇത് ഈ കാറ്റടിച്ച് ഇത് ഇതാക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം തെളിഞ്ഞ പോലത്തെ വെയിലൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഉണങ്ങും. ഇത് ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ മാങ്ങയുടെ ആ ഒരു സീസണൊക്കെ തീരുമല്ലോ, അന്നേരം നമുക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ ഉണക്ക മാങ്ങ എടുത്തിട്ട്, ഉണക്കമാങ്ങ ചുമ്മാ മൃഗത്തിനാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണക്ക മാങ്ങ എടുത്തിട്ട് നമ്മൾ അച്ചാറിടും. അപ്പോൾ കൊള്ളാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ നോക്കും. കാരണം ഇഷ്ടംപോലെ മാങ്ങയുള്ളൂ. ഇതും കൂടി തിരിഞ്ഞാലും വാങ്ങും. ഈ വർഷം എത്ര രൂപയുടെ മാങ്ങ കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അതുപോലെ വാങ്ങിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴാണ് മാങ്ങ ആയി വരുന്നത്. നമ്മൾ മാങ്ങ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ബാക്കി പുറകെ കാണിച്ചു തരാം. ഔട്ടിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഓക്കെ. രാവിലെ കറികളൊക്കെ വെക്കണം. അപ്പം മമ്മി അവരൊക്കെ വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഒരു ഒച്ചയും അനക്കവും ബഹളം നമുക്കെല്ലാവരും ഉണ്ട് എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ഫീല്. നമ്മൾക്ക് ഇങ്ങോട്ട് അങ്ങനെ ആരും വരാറില്ല. നമ്മളാണ് ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിലും മിക്കപ്പോഴും നമ്മളാണ് പോകുന്നത് കേട്ടോ.
അപ്പം ഇങ്ങനെയും ഇപ്പം വരുന്നില്ല ആരും വരുന്നില്ല എന്നൊക്കെയുള്ള പരാതികളായിരുന്നു എനിക്കും. ഇപ്പോൾ രാവിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ പോവുകയാണ്. എന്നുവെച്ചാൽ രാവിലെ നോക്കിയപ്പോൾ മുട്ടയില്ല, പിന്നെ എന്തോ ഒരു കൂട്ടവും കൂടി ഞാൻ വാങ്ങിച്ചു, പപ്പടം. പഴം മേടിക്കണം എന്ന് പറഞ്ഞു, പക്ഷേ പഴം കടയിലില്ലായിരുന്നു. ചേച്ചി പറഞ്ഞു പഴം ഇപ്പോൾ കൊണ്ടുവയ്ക്കുന്നില്ല, കാരണം ഈ ചൂട് കാരണം പഴം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കറുത്ത കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും മേടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പഴം കൊണ്ടുവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് പഴം കിട്ടിയില്ല. അപ്പം ഈ സ്റ്റെപ്പ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ ഇതേതാണല്ലോ ഉരുണ്ട് വീണത് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ മുട്ട ഞാൻ ഈ ഒരു ട്രേക്കകത്താണ് കേട്ടോ അടുക്കി വയ്ക്കുന്നത്. നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ലൊരു അതായത് കൊള്ളാം. കുറേ നാളുകളായി ഞങ്ങൾ ഫ്ലാറ്റിലുണ്ടായിരുന്ന സമയം തൊട്ടേ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഈ മുട്ട നാശമായിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കഴുകിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പോൾ പുഴുങ്ങാനാണേലും എന്തിനാണേലും കഴുകിയിട്ടാണ് നമ്മൾ വയ്ക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ പാലെടുത്ത് വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിനകത്താണ് പാല് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഒറ്റ ദിവസം പോയാൽ 2 ദിവസത്തേക്ക് കിട്ടും. അതിൽ 1-2 ദിവസങ്ങളിൽ നമുക്ക് പോയാൽ മതി കേട്ടോ. എനിക്ക് മടിയാണ് അങ്ങനെ എല്ലാ ദിവസമൊക്കെ പോകാനായിട്ട്. ഡെയിലി പോകും 2 ദിവസം കൂടുമ്പോൾ പോകുന്നത് തന്നെ ഈ പണിയുടെ ഇടയ്ക്ക് ഒരു ഇതാണ്. എന്നാലും ഞാൻ പോയി അങ്ങനെ തുടങ്ങിയതുകൊണ്ട് എനിക്കിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അങ്ങ് പോകും. പിന്നെ രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പണികളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല. ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു കയ്യിൽ ചൂലും ഒരു കയ്യിൽ ആവക്കുട്ടിയാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അണയ്ക്കുന്നത്. ഞാൻ പുറത്തിരുന്ന് വോയിസ് കൊടുത്തിരുന്ന സമയത്ത് ഇവളെ വാവേ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഇവളെ എടുത്തു. അതിന് മുമ്പേ അടിച്ചു വാരിക്കൊണ്ടിരുന്ന സമയത്ത് ഇവളെൻ്റെ കയ്യിൽ നിന്ന് ചൂലെടുത്തോണ്ട് പോയിട്ടോ. അങ്ങനെ കുറേ ദിവസത്തെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എന്താണ്ട് വേനൽ മഴ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ആവക്കുട്ടി മഴ നിന്ന് എൻജോയ് ചെയ്യുന്നു. അവൾ കുറേ നാൾ കൂടി കാണുമല്ലേ മഴ, എല്ലാവരും, അവൾ മാത്രമല്ല എല്ലാവരും. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. മഴ ഒരു ഉച്ച സമയമാണ്, ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര കൗതുകമല്ല, ഒരു സന്തോഷം. മഴ പെട്ടെന്ന് പെയ്തപ്പോൾ ഇനി പിന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂസ് മഴയായി കഴിഞ്ഞാൽ അത് വലിയ കൗതുകമൊന്നും ഉണ്ടാകത്തില്ല, അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു കല്യാണത്തിൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അല്ല നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചതൊക്കെ ഞാൻ വെറുതെ വെച്ച് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറിപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് വാങ്ങാൻ നോക്കിയാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഞങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, അയ്യോ വീഡിയോസ് ഒന്നും എടുത്തില്ലല്ലോ, നമ്മളിവിടെ ഒന്നും കാണിച്ചില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള, അപ്പോൾ ലെങ്തുള്ള ടോപ്പാണെങ്കിലും ക്രോപ്പ് ടോപ്പാണെങ്കിലും ഇനിയിപ്പോൾ അല്ലാതെ ടീഷർട്ടുകളാണെങ്കിലും എല്ലാം ഇഷ്ടം പോലെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പം ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് തന്നെ. പക്ഷേ ഇല്ല, കുഴപ്പമില്ല, കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്, ഇത് എനിക്ക് ചേരുമോ, ചേച്ചിക്ക് ചേരുമോ, നല്ലതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആവക്കുട്ടിക്ക് 1-2 നെയ്റ്റി ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇനിയും വരാമല്ലോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തില്ല. നമ്മളിത് പ്രതീക്ഷിച്ചല്ല പോയത്. നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, വേറെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം കല്യാണം ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അന്നേരമാണ് ഈ ഒരു കട ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഇത് വലിയ കടയാണ് കേട്ടോ, ചെറിയ കടയൊന്നുമല്ല. അപ്പം ഞാൻ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂരൊക്കെ ഇതിൻ്റെ ബ്രാഞ്ച് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഈ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ കൊള്ളാം, നല്ല തിരക്കുണ്ട്, അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്നതിൻ്റെ പൂജകമൊക്കെ അങ്ങ് കാട് പോലെയായി. അപ്പം നമുക്ക് അടുത്ത് 2-3 ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അന്നേരം ത്രെഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ വളർത്തി വലുതാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. അല്ല എപ്പോഴും പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിങ്ങനത്തെ സെൽഫിഷാണ് കേട്ടോ. എന്തോ സെൽഫിഷ് എന്നല്ലല്ലോ പറയുക, ഇത്തിരി തൃപ്തിക്കുന്ന മനുഷ്യത്തിയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ. നമ്മൾ ഷോപ്പിങ്ങും അവിടെ ഇവിടെയൊക്കെ പോയതിൻ്റെ
വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.